ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, കുറെ നാളായി വലയിൽപ്പെടാതെ ഓടി നടന്ന പേടമാനിനെ വലയിൽ പിടിച്ച സന്തോഷത്തിലാണ് ഞാൻ. ഇന്ന് അതിനെ തൊലിയോടെ വറക്കണോ തൊലി ഉരിച്ചു വറക്കണോ അങ്ങനൊരു ചിന്ത മാത്രമേ ബാക്കിയുള്ളൂ. പിന്നൊരു കാര്യമുണ്ട്, എത്ര പ്രാർത്ഥിച്ചാലും എന്റെ പേന ചലിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സർവനാശം കാണാനായിരിക്കും. നല്ല കൊതിപ്പിക്കുന്ന മണമാണല്ലോ. പതിവില്ലാത്ത എന്തോ സ്പെഷ്യൽ ആണല്ലോ. അതെ, 2 തരം ദോശയുണ്ട്. ഒന്ന് നമ്മുടെ സാധാരണ ദോശ, പിന്നെ രണ്ടാമത്തേത്. അത് ഒരു ചെറിയ പരീക്ഷണമാണെന്ന് കൂട്ടിയാൽ മതി. ഈ വയസ്സാങ്കാലത്ത് പരീക്ഷണം എന്നെ വെച്ച് തന്നെ വേണോ? ആദ്യം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് പറഞ്ഞാ മതി ഏതാ നല്ലതെന്ന്. കൊള്ളാം. എന്നാ പിന്നെ ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്ക്. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആണല്ലേ, കുറച്ചുകൂടെ രുചി മണമൊക്കെ ഉണ്ട്. നീ നെയ്യോ മറ്റോ ചേർത്താണ്? ഇല്ല. എന്നാ വേറെ അത് പൊടിക്കൈ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, ക്വാക്കർ ഓട്സ് കൊണ്ടുള്ള പൊടിക്കൈ. ഓട്സോ? ദോശക്കാത്തോ? അതേ രാഘവേട്ടാ. ശരിക്കും? ശരിക്കും. ഇതാ ക്വാക്കർ ഓട്സിന്റെ മാജിക്. നോക്കി, ദോശമാവിന് പകരം ഇത് ഉപയോഗിക്കാം. ഒരേ സ്വാദ, ഒരു പക്ഷേ കൂടുതൽ സ്വാദും കാണും. പോരെങ്കിൽ ആരോഗ്യത്തിന് നല്ലതുവാ. പ്രധാന ആകർഷണം എന്താന്ന് വെച്ചാ ഇതിലെ ഉയർന്ന അളവിൽ ഫൈബറും നല്ല രീതിയിൽ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. സമ്മതിച്ചിരിക്കും. ഈ പരീക്ഷണം വിജയം തന്നെ. ഇനിയിവിടെ എന്നുവേ ഈ ഓട്സ് ഉണ്ടാക്കുന്ന ദോശ മാത്രം മതി. പിന്നെന്താ. എന്താടാ
ഇത്ര നേരത്തെ ഇരുന്ന് ഉറങ്ങാൻ ഇത് നിന്റെ അച്ഛൻ വീടൊന്നുമല്ല. എത്തിയ ഞാൻ ഓർത്തു എന്താ കണ്ടില്ലല്ലോ എന്ന്. ആ എന്തായാലും കലാപരിപാടി ഉണ്ടാവില്ലോ അല്ലേ? കുറേ നാളത്തെ ചൊരുക്ക് തീർക്കണ്ടെന്നറിയാം. നീയപ്പോ എന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലേ? അപ്പൊ നീ കണ്ണടച്ചിരുന്ന എന്താടാ, ധ്യാനിക്കുകയായിരുന്നു? അതോ ഈ കൂട് വിട്ട് കൂട് മാറുന്ന വല്ല ഒടിവിദ്യയെ കുറിച്ചും ആലോചിക്കുകയായിരുന്നു? എന്റെ പൊന്നു മോനെ, അങ്ങനെ എന്തെങ്കിലും വശമുണ്ടെങ്കിലേ അങ്ങ് ചെയ്തു കളയല്ലേ, ഞങ്ങളൊക്കെ അങ്ങ് ചുറ്റിപ്പോവും. നല്ല ഫോമിലാണല്ലോ. ആയിരിക്കുമല്ലോ. എടാ, കുറെ നാളായി വലയിൽപ്പെടാതെ ഓടി നടന്ന പേടമാനിനെ വലയിൽ പിടിച്ച സന്തോഷത്തിലാടാ ഞാൻ. ഇന്ന് അതിനെ തൊലിയോടെ വറക്കണോ തൊലി ഉരിച്ചു വറക്കണോ അങ്ങനൊരു ചിന്ത മാത്രമേ ബാക്കിയുള്ളൂ. പേടമാനാണോ അതോ സിംഹക്കുട്ടിയാണോ എന്നൊക്കെ വല അഴിച്ചു നോക്കിയാലല്ലേ സാർ അറിയാൻ പറ്റൂ. എന്നിട്ട് തീരുമാനിക്കേ പിടിച്ചകത്തിട്ടത് ഏത് തരത്തിൽപ്പെട്ട ഉരുപ്പടിയാണെന്ന്. ഡോ, ഇതൊന്ന് തുറക്കടോ ഈ കൂട്. ഇനി ഇവൻ ഈ തൊണ്ട കൊണ്ട് ഒരു പോലീസുകാരനെ വെല്ലുവിളിക്കാൻ പാടില്ല. തുറക്കടോ, തുറക്കടോ. ഇങ്ങോട്ട് വാടാ. ഉരുപ്പടി ഉരുക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കലാപരിപാടിയിൽ ചില ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരു മുൻകരുത്. നാളെ കോടതി ഹാജരാക്കുമ്പോ നിന്റെ ശരീരത്തിൽ പൊട്ടലോ ചതവിന്റെ പാടോ ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതിനൊരു മുൻകരുതൽ. കൊണ്ടുപാടോ ഇങ്ങോട്ട്. ഇത് കണ്ടോടാ. ഇതേന്ന് വിളഞ്ഞു മൂത്തിരി കരിക്കിഞ്ഞ് പറിച്ചേർന്നോ. ഈ ആയുർവേദ വിധി പ്രകാരം ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുണ്ടാക്കി 6 മാസത്തിനുള്ളിൽ ഇഹലോകവാസം വെടിയാനുള്ള ചില അഭ്യാസമുറകളുണ്ട്. എടാ, ഈ കരളും ചങ്കും ഇടിച്ച് പിഴിഞ്ഞ് അവിയൽ പരുവാക്കി 6 മാസത്തേക്ക് പുഴുകാൻ വെക്കുന്ന പഴയ ഒരു മർദ്ദനമുറയാ. ഒന്ന് പൊടി തട്ടിയെടുക്കാന്ന് വിചാരിച്ചു. ലോക്കപ്പ് മർദ്ദനം മൂലമാണ് നീ മരിച്ചതെന്ന് ഒരാളും എഴുതി വെക്കില്ല. ഈ ഒരു സംഭവം പോലും നീ മറന്നു കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ഫലം വരുന്നത്. ചില ജോലിക്കുള്ള കാർഡൊക്കെ എംപ്ലോയ്മെന്റിൽ നിന്ന് വരുമല്ലോ, അതുപോലെ നിനക്ക് വരുന്നത് അങ്ങ് കാലന്റെ അടുത്തുനിന്നായിരിക്കും. മരിച്ച് മോളിൽ ചെല്ലുമ്പോ നീ ചിന്തിക്കും, ഭഗവാനെ, ഒരു പനി പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാ മരിച്ചേന്ന്. അന്ന് നീ ഓർത്താ മതിടാ, 6 മാസം മുമ്പ് ഞാൻ നിനക്ക് തന്ന സമ്മാനമാണ് കാലന്റെ വാറണ്ടുമായി വന്ന് നിന്നെ അങ്ങ് കൊണ്ടുപോയെന്ന്. എടോ ചന്ദ്രബോസേ, ശത്രു പ്രബലനും തന്നേക്കാൾ ശക്തിമാനാണെന്ന് അറിയുമ്പോ ഏതൊരു വീരവും കാണിച്ചു കൂട്ടുന്ന പരാക്രമമായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റൂ.